നമസ്കാരം. സൂപ്പർ 60 വിശദമായി കടക്കുകയാണ്. ഈ ദിവസത്തെ ഒരു വിവാദ സംഭവത്തിലേക്കാണ് സൂപ്പർ 60 ആദ്യം പോകുന്നത്. കൊച്ചിയിലേക്കാണ്. നടൻ ആസിഫ് അലിയെ അപമാനിച്ച സംഗീത സംവിധായകൻ പണ്ഡിറ്റ് രമേശ് നാരായണനെതിരെ കടുത്ത പ്രതിഷേധം. പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയെയായിരുന്നു ക്ഷണിച്ചത്. ആസിഫ് അലി വരികയും രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ ഒരു താല്പര്യവുമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനവും നൽകുന്നില്ല. പിന്നാലെ സംവിധായകൻ ജയരാജിനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ദൃശ്യങ്ങളിൽ കാണാം. സദസ്സിന് നേരെ തിരിച്ചുവച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങിയത്. ജയരാജ് സാറിന്റെ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ. നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ്. ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ. ഇതാണ് ആ ദൃശ്യങ്ങൾ. നടൻ ആസിഫ് അലിയെ അപമാനിച്ചതിൽ മാപ്പ് പറഞ്ഞ സംഗീത സംവിധായകൻ രമേശ് നാരായൺ. ആസിഫ് അലിയെ അപമാനിച്ചിട്ടില്ലെന്നും വർഗീയത പരത്തരുതെന്നും രമേശ് നാരായൺ പറഞ്ഞു. ആസിഫ് അലി വന്നത് പുരസ്കാരം നൽകാൻ വന്നതാണെന്ന് മനസ്സിലായില്ലെന്നും അദ്ദേഹം വിശദീകരിച്ചു. കേൾക്കാം. എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം ജനങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ. ഞാനിങ്ങനെ കയറി കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. എനിക്കതേ പറയാനുള്ളൂ. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി. ആസിഫ് അലി ഇങ്ങനെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. അലി അക്ബർ ഷാ നൽകും വിവരങ്ങൾ. കൊച്ചിയിൽ നിന്ന് അലി ചേരുന്നുണ്ട്. അലി, ഇത് എന്തൊക്കെ പറഞ്ഞാലും എന്ത് ന്യായീകരണം വന്നാലും, അതായത് പുരസ്കാരം നൽകാനെത്തിയ ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെ അദ്ദേഹം അവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരാളെ വിളിച്ചു വരുത്തി ആ പുരസ്കാരം വാങ്ങുക, അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തെ. പക്ഷേ എങ്കിൽ പോലും ആ ഒരു ചടങ്ങിൽ ഇത് ഉചിതമായില്ല. ആ സമയത്തെ ആ ഒരു പെരുമാറ്റം എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയെ വിമർശനങ്ങൾ ഉയരുന്നത്. എന്താണ് രമേശ് നാരായൺ പറയുന്നത്? ആ ഒരു ചടങ്ങിൽ സംഭവിച്ചത് എന്താണ്? റോഷ്നി, MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന 9 സിനിമകൾ ചേർന്നുള്ള ഒരു ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് കൊച്ചിയിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ജയരാജ് ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രമേശ് നാരായണനാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് നൽകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആസിഫ് അലിയാണ് ഈ അവാർഡ് നൽകാൻ പോകുന്നത് എന്ന് അവിടെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് രമേശ് നാരായണനെ എഴുന്നേൽക്കുന്നു. ആസിഫ് അലി അവാർഡുമായി വരുന്നു. ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും അവാർഡ് പിടിച്ചു വാങ്ങുന്നതിനിടയിൽ അദ്ദേഹം ആസിഫ് അലിയെ ഒന്ന് നോക്കുക പോലും ചെയ്യുന്നില്ല. നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഒരു താല്പര്യവുമില്ല ആ അവാർഡ് ദാനത്തിൽ നിന്ന് അദ്ദേഹം അവിടെ പ്രകടമാക്കുന്ന നിലയിലാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതിനുശേഷം ആസിഫ് അലിയുടെ കയ്യിൽ നിന്നും ഈ പുരസ്കാരം വാങ്ങുന്നു. പിന്നീട് സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് പുരസ്കാരം നൽകി വേദിയെ മുഖം തിരിഞ്ഞു നിന്ന് അദ്ദേഹം ജയരാജിൽ നിന്ന് ഈ അവാർഡ് വാങ്ങുകയാണ് ചെയ്യുന്നത്. ഈ ഘട്ടത്തിൽ ഒന്നും തന്നെ ഈ അവാർഡ് നൽകാനായി അവിടെ അനൗൺസ് ചെയ്തതിന്റെ ഭാഗമായി എഴുന്നേറ്റ് വന്ന ആസിഫ് അലിയെ അദ്ദേഹം തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. വലിയ രീതിയിൽ നടനെ അപമാനിക്കുന്ന നിലയിലേക്ക്, ഒരു പൊതുപരിപാടിയിൽ അപമാനിക്കുന്ന നിലയിലേക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാര്യങ്ങൾ പോയി എന്ന് വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹം ആസിഫ് അലിയോട് മാപ്പ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നു. അത്തരത്തിൽ ആസിഫാണ് ഈ അവാർഡ് നൽകാൻ വന്നത് എന്ന് തനിക്ക് മനസ്സിലായില്ല എന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. പക്ഷെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കേൾക്കാം, നമുക്ക് ആ വീഡിയോയിൽ നിന്ന് തന്നെ അവിടെ അനൗൺസ് ചെയ്യുന്നത് കേൾക്കാം. ആസിഫ് അലി രമേശ് നാരായണൻ ഈ അവാർഡ് നൽകാൻ വരുന്നു എന്ന് അവിടെ കൃത്യമായി അനൗൺസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയം വലിയ വിവാദമായ ഘട്ടത്തിൽ അദ്ദേഹം ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പക്ഷേ കടുത്ത വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത്. ഈ രമേശ് നാരായണൻ എന്ന് പറയുന്നത് വളരെ സീനിയറായ ഒരു സംഗീത സംവിധായകനാണ്. സ്വാഭാവികമായും തനിക്ക് അവാർഡ് നൽകാൻ ആസിഫ് അലി യോഗ്യനല്ല എന്നൊരു തോന്നലിന്റെ പുറത്താണോ ഈ രമേശ് നാരായണൻ ഇത്തരത്തിൽ ഒരു പൊതുവേദിയിൽ ഇത്രയും വലിയൊരു നടനെ അപമാനിക്കുന്ന നിലയിലേക്ക് പെരുമാറിയത് എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. സോഷ്യൽ മീഡിയയിലും അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന ചോദ്യം. പക്ഷേ ഈ വിഷയത്തിൽ ഒരു വർഗീയത കലർത്തുന്ന നിലയിലേക്ക് ചർച്ചകൾ പോകരുത്, താൻ അത്തരത്തിൽ ചിന്തിച്ചിട്ടില്ല. സംവിധായകൻ ജയരാജ് കൂടി അവിടെ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത്തരത്തിൽ ചെയ്തത് എന്നൊക്കെയാണ് ഇപ്പോൾ രമേശ് നാരായണന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ആസിഫ് അലിയോട് മാന്യമായി ആ കാര്യം പറയാമായിരുന്നു. അങ്ങനെ ജയരാജും ആസിഫ് അലിയും ചേർന്ന അവാർഡ് നൽകുന്ന നിലയിലേക്കൊക്കെ ആ രംഗം വേണമെങ്കിൽ മാറ്റാമായിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായും വ്യക്തമാണ് അദ്ദേഹം ആസിഫ് അലിയെ തിരിഞ്ഞു നോക്കുന്നില്ല. ആസിഫ് അലി അവാർഡ് നൽകുന്നതിനിടയിൽ ഹസ്തദാനം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനുപോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. ആ നിലയിൽ ആ നടനെ അപമാനിക്കുന്ന നിലയിലേക്ക് എന്തായാലും ആ ചടങ്ങിൽ വെച്ച് ആ രംഗം മാറിയിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും വലിയ വിമർശനം ഉയർന്ന ഘട്ടത്തിൽ ഇപ്പോൾ മാപ്പ് പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ആസിഫ് അലിയെ നേരിട്ട് വിളിച്ച് ഈ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിക്കുമെന്നുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റോഷ്നി.
അല്ലെ, ഈ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചയോടൊക്കെ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? നിരവധി പേർ വിമർശനങ്ങളുമായി എത്തുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വേദിയിൽ ആ സമയത്തുള്ള ഒരു പ്രതികരണം മോശമായി പോയി എന്ന തരത്തിൽ തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളമുള്ള പ്രതികരണങ്ങൾ. അദ്ദേഹം അതേക്കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? എങ്ങനെയാണ് ആ വിമർശനങ്ങളെ അദ്ദേഹം ഉൾക്കൊള്ളുന്നത്? റോഷ്നി, അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടറിനോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് താങ്കൾ ഒരുപാട് അവാർഡുകൾ വാങ്ങിയിട്ടുള്ള ആളാണ്, ഒരുപാട് അവാർഡ് നിശകൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വിമർശനം ഉയരേണ്ടതില്ല എന്നാണ്. അത് തന്നെയാണ് ചോദ്യം. ഇത്രയും അവാർഡുകൾ വാങ്ങിയിട്ടുള്ള അവാർഡ് നിശകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണെന്ന് ഇരിക്കെ അദ്ദേഹത്തിന് അത്തരം ഒരു പൊതുവേദിയിൽ ഒരു നടനെ അപമാനിക്കുന്ന നിലയിലേക്ക് ആ രംഗം പോയതിൽ പൂർണ്ണമായ ഉത്തരവാദിത്വമുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാപ്പ് പറച്ചിലിൽ പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ആസിഫ് അലിയാണ് ഈ അവാർഡ് നൽകാൻ വരുന്നത് എന്ന് തനിക്ക് മനസ്സിലായില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലയിലുള്ള ദൃശ്യങ്ങളാണ് ആ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ വിമർശനം ഉയർന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മാപ്പുപറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കടുത്ത വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ ഒരു വർഗീയത കലർത്തുന്ന നിലയിലേക്ക് വിമർശനങ്ങൾ പോകരുത്, അല്ലെങ്കിൽ ആസിഫ് അലിയെ താഴ്ത്തി കണ്ടുവന്ന നിലയിലേക്ക് വിമർശനങ്ങൾ പോകരുത് എന്നുമാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാപ്പുപറച്ചിലിൽ രമേശ് നാരായണൻ വ്യക്തമാക്കുന്നത്. റോഷ്നി, ശരി അലി, വ്യക്തമാണ്. ആ വേദിയിൽ തന്നെ ഇന്ദ്രജിത്ത് ഉണ്ട്, നടി ദുർഗാകൃഷ്ണ ഇരിക്കുന്നുണ്ട്, അങ്ങനെ നിരവധി പ്രമുഖർ ഇരിക്കുന്ന ഒരു ചടങ്ങിലാണ് ഇത്തരത്തിൽ ആസിഫ് അലി പുരസ്കാരം നൽകാൻ എത്തിയപ്പോൾ അത് നിരസിച്ചുകൊണ്ട് സംവിധായകനെ വിളിച്ചു വരുത്തി അദ്ദേഹം പുരസ്കാരം സ്വീകരിച്ചത്. ഇതേ ചടങ്ങിൽ നടന്ന മറ്റൊരു ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം. അതൊരു സന്തോഷം നൽകുന്നൊരു ദൃശ്യമാണ്. ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണും. മലയാളത്തിന്റെ രണ്ട് മഹാപ്രതിഭകൾ മമ്മൂട്ടിയും MT വാസുദേവൻ നായരും പരസ്പരം ആശ്ലേഷിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഇതേ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതേ ചടങ്ങിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു വിവാദ സംഭവം കൂടി ഇന്നലെ സംഭവിച്ചത്. അതാണ് ഇന്ന് ഒരു മോശപ്പെട്ട